Like I am 31 now. I have few more years. So I have decided to play this game in a manner which I want to play. कोई नहीं बताएगा मेरे को कि मैं क्रिकेट कैसा खेलूं. कोई नहीं बताएगा कि आगे संजू अगले साल ये कर. कोई नहीं बताएगा संजू अब तू ये खेल लिया वो क्यों नहीं खेल रहा. तो संजू को ही बताएगा कि क्या खेलना है क्या नहीं खेलना है. എനിക്ക് മടുത്തു. ഇനി ഈ റാറ്റ് റേസിന് ഞാനില്ല. ഐ എം ഗോയിങ് ടു എൻജോയ് മൈ സ്പോർട്സ് ഓൺലി. സഞ്ജു സാംസണായി ജീവിക്കുക അത്ര എളുപ്പമല്ല. ഓരോ സെക്കൻഡിലും തൻ്റെ കഴിവ് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരൻ. ഒരിക്കലും അവസാനിക്കാത്ത അറ്റംപ്റ്റുകൾ. അതിലൊന്നിൽ പിഴച്ചാൽ മതി നിങ്ങൾ പുറത്തേക്ക്. അതിലെല്ലാത്തിലും തിളങ്ങിയാലോ? ഉറപ്പുണ്ടോ അയാളെ നിങ്ങൾ അംഗീകരിക്കുമെന്ന്? 2015 അരങ്ങേറ്റം തന്നെ ഒരു ഇഞ്ചുറി റീപ്ലേസ്മെൻറ്റ് വഴിയാണ് സഞ്ജുവിന് ലഭിച്ചത്. അതിനുശേഷം 10 വർഷം പിന്നിടുമ്പോൾ ഇന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന് സഞ്ജു സാംസൺ ഒരു ഓപ്ഷണൽ പ്ലെയർ മാത്രമാണ്. സ്ക്വാഡ് തകരുമ്പോൾ മാത്രം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന പ്രതിഭ. 2023 സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ തിളങ്ങിയ സഞ്ജുവിൻ്റെ സെഞ്ചുറിക്ക് BCCയുടെ കണ്ണിൽ കാണാൻ മാത്രമുള്ള പ്രകാശമില്ലായിരുന്നു. 2024 കലണ്ടർ ഇയറിൽ 3 കോൺസിക്യൂട്ടീവ് സെഞ്ചുറീസ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യക്കാരനെന്ന റെക്കോർഡ് നേടുമ്പോൾ ഇനി ഓപ്പണിംഗ് പൊസിഷൻ സഞ്ജു ഭരിക്കുമെന്ന് ആരാധകർ കരുതി. 2026 T20 വേൾഡ് കപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുത്ത ചാമ്പ്യൻ. സഞ്ജുവിന് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഐ ആം ഓൾസോ ഹിസ് ഗ്രേറ്റ് ഫാൻ. പക്ഷേ സഞ്ജു സാംസൺ ഒരു മലയാളി ആയതുകൊണ്ടാണോ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത്? ഇന്ത്യൻ സ്ക്വാഡിൽ നിന്നും ഡ്രോപ്പ് ചെയ്യപ്പെട്ട എത്ര പ്ലെയേഴ്സ് വേറെയുമുണ്ട്. ആരാധന മാറ്റിവെച്ച് മലയാളി എന്ന വികാരമില്ലാതെ, തോറ്റുപോയവൻ്റെ സിമ്പതി നൽകാതെ, ട്രെൻഡിനൊപ്പം നിൽക്കാതെ സഞ്ജുവിനെ ആസ് എ ക്രിക്കറ്റർ ഒന്ന് കണ്ടാലോ? അതെ, സഞ്ജു ഹാഡ് ഗ്രേറ്റ് മൈൽ സ്റ്റോൺ അച്ചീവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. എന്നാലിപ്പോൾ 31 വയസ്സ് എത്തി നിൽക്കുന്ന സഞ്ജു ഇന്ത്യൻ ടീമിന് ഒരു സീനിയർ പ്ലെയറാണ്. ബിഗ് ഹിറ്റുള്ള സിംഗിൾ മാച്ചസ് ഒഴിച്ചു നിർത്തിയാൽ സഞ്ജുവിൻ്റെ കൺസിസ്റ്റൻസി ശരിക്കും കുറവല്ലേ? ആവറേജ് സ്ട്രൈക്കിംഗ് റേറ്റും ആവറേജ് സ്കോറും തൻ്റെ കോ പ്ലേയേഴ്സിനേക്കാളും സഞ്ജുവിന് കുറവാണെന്നുള്ള സത്യം നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാറില്ല. അഭിഷേക്, ഗിൽ, തിലക് വർമ്മ, സൂര്യവൻഷി, ഇഷാൻ കിഷൻ തുടങ്ങിയ ഈ പ്ലേയേഴ്സിന് മാത്രം എന്താണ് ഇത്രയും അവസരങ്ങൾ BCCI നൽകുന്നത്? the BCCI ഈസ് ലുക്കിംഗ് ഫോർ ലോങ് ടേം യൂത്ത് ഡെവലപ്മെൻറ്റ്. യങ്സ്റ്റേഴ്സിന് പ്രാധാന്യം നൽകി ഉറപ്പുള്ള ഒരു ടീം ഇന്ത്യക്ക് ബിൽഡ് ചെയ്യാനാണ് BCCI എപ്പോഴും ഉറ്റുനോക്കുന്നത്. അവിടെ 31 വയസ്സ് പൂർത്തിയായ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഒരു സീനിയർ പ്ലെയറും 25 വയസ്സിനുള്ളിൽ മാത്രം നിൽക്കുന്ന തിലകും അഭിഷേകുമൊക്കെ യങ്സ്റ്റേഴ്സുമാണ്. സഞ്ജു അവരെയൊക്കെ മറികടന്ന് ടീമിൽ ഇടം നേടണമെന്നുണ്ടെങ്കിൽ സഞ്ജുവിന് എക്സെപ്ഷണലായ ഗെയിമുകൾ കളിച്ചേ മതിയാവും. അവിടെ സഞ്ജു ചെയ്യുന്ന ഓരോ ചെറിയ തെറ്റുകൾക്കും വലിയ വില കൊടുക്കേണ്ടി വരും. വേൾഡ് കപ്പിലെ മിന്നുന്ന പ്രകടനം കഴിഞ്ഞ് വന്ന ടൂർണമെൻറ്റിൽ സഞ്ജുവിന് 2 അക്കം പോലും കാണാൻ സാധിച്ചില്ല. സഞ്ജു അങ്ങനെയാണ്. ഒന്നുകിൽ മിന്നുന്ന ഒരു ഇന്നിങ്സ്, അല്ലെങ്കിൽ തികച്ചും പരാജിതമായ ഒരു ഇന്നിങ്സ്. സഞ്ജുവിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആസ് പെർ ക്രിക്കറ്റ് അനലിസ്റ്റ്, സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ടെക്നിക്കാലിറ്റിയിലും അതോടൊപ്പം അദ്ദേഹം ഗ്രൗണ്ടിൽ അനുഭവിക്കുന്ന മാനസിക പ്രഷറും അദ്ദേഹത്തിൻ്റെ ഗെയിമുകളിൽ പലപ്പോഴും കാണാനുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ സഞ്ജു സാംസൺ ഒരു റൈറ്റ് ഹാൻഡ് വിക്കറ്റ് കീപ്പറും തന്നോടൊപ്പം ഉള്ള മറ്റ് അവൈലബിൾ വിക്കറ്റ് കീപ്പേഴ്സ് എല്ലാം ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സുമാണ്. ഒരു ക്രിക്കറ്റ് ടീമിൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. സഞ്ജുവിന് കഴിവില്ലാത്തത് കൊണ്ടല്ല സഞ്ജുവിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തത്, അല്ലെങ്കിൽ മെയിൻ 11 കളിപ്പിക്കാത്തത്. പക്ഷേ ഇത്തരം പല സിറ്റുവേഷനിലെ പല ഫാക്ടേഴ്സിനെയും എടുത്തു നോക്കുമ്പോൾ 23 25 വയസ്സ് പ്രായം മാത്രമുള്ള യങ്സ്റ്റേഴ്സിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം. ഇന്നും സഞ്ജു ഇന്ത്യൻ ടീമിൽ തുടരുന്നത് അയാളുടെ എക്സെപ്ഷണൽ കോൺട്രിബ്യൂഷൻസ് കൊണ്ട് തന്നെയാണ്. ബട്ട് ഇൻ ദ സെൻസ്, സഞ്ജു എന്ന വ്യക്തി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ്. ഹീസ് കോമ്പീറ്റിംഗ് വിത്ത് ഹിം ഇൻസൈഡ് ആൻഡ് ഇൻ ദ ഹൈ ടൈഡ്സ് ഹീ റിമെയിൻ കാം. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഹി ഓപ്പൺ ദ സ്റ്റേറ്റ്മെൻറ്റ്, അതും ഇൻ എ വെരി ജെൻറ്റിൽ മാനർ. ഒരു പ്ലെയർ എടുക്കേണ്ട ഏറ്റവും മെച്ചൂർ ആറ്റിറ്റ്യൂഡ്. സഞ്ജു, നിങ്ങളെടുത്ത തീരുമാനം വളരെ ശരിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഗെയിം എൻജോയ് ചെയ്യുക. കാലം ഇനിയും നിങ്ങൾക്കായി അവസരങ്ങൾ കാത്തുവെക്കും. അവിടെ സെലക്ഷൻ പ്രോസസ്സും സോഷ്യൽ ബർഡനും നിങ്ങളെ ബാധിക്കരുത്. വിലയിരുത്തലുകളെ നിങ്ങൾ ഇനി ചെവിക്കൊള്ളണ്ട. മൂവ് ഓൺ ചാം. ഓൾ ദി ബെസ്റ്റ്.